കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ചില മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് ചൂട് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടെ വലിയ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. പുതിയ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ചൂട് മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് ഗുരുതരമായ സാഹചര്യമുള്ളത്? എല്ലായിടത്തും ഇപ്പോൾ ചുട്ടുപൊള്ളുകയാണ്. വേനൽ മഴ അല്പമെങ്കിലും ആശ്വാസം ഇന്നലെ ചില ജില്ലകളിലൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ പെയ്തിരുന്നു. എന്നാൽ പകൽ സമയത്തെ ചൂട് അസഹനീയമായി അങ്ങനെ തുടരുകയാണ്. എന്താണ് പുതിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ മുന്നറിയിപ്പുകൾ? ഒബീഷ ഒടുവിൽ വന്നിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് കോട്ടയം, തൃശൂർ, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നുള്ളതാണ്. കൊല്ലം ജില്ലയിൽ അത് 38 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസിലേക്കും താപനില എത്തുമെന്നുള്ളതാണ് അവരുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതായത് നിലവിലുള്ളതിനേക്കാളും 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഉമേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് തലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ചൂട് അതിശക്തമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. കടുത്ത വേനൽ, കടുത്ത ചൂട് ഇതിനെയൊക്കെ തന്നെ ഇതിനെ താങ്ങി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ലേബർ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പുകളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയൊക്കെ തന്നെ നേരിട്ട് വെയിൽ കൊള്ളുന്ന ജോലികളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ പിൻവലിയണം. അത്തരത്തിലുള്ള ജോലിയിടങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഈ സൂര്യാഘാതം, സൂര്യതാപം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി തെളിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകൾ പൊതുജനങ്ങൾ പാലിക്കണം. ഒപ്പം കൂടുതൽ വെള്ളം കുടിക്കുക, വിശ്രമം അനിവാര്യമായ ഘട്ടങ്ങളിൽ അത് സ്വീകരിക്കുക എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മാസം 14 വരെയുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അറിയിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അടുത്ത മുന്നറിയിപ്പ് വരാനുള്ള സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ നൽകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് 40 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ തന്നെ പല ജില്ലകളിലും താപനില കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലാണ് നിലവിലെ കണക്ക് പ്രകാരം അതിരൂക്ഷമായ ചൂട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകൾക്ക്, ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേക മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം തന്നെ ഈ നിർദ്ദേശങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ പൊതുജനങ്ങൾക്ക് നൽകി വരികയാണ്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചൂട് കൂടുന്ന സമയത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തീപിടുത്തം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അത്തരം മേഖലകളിൽ ഉള്ളവരൊക്കെ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും സംസ്ഥാനം കടുത്ത വേനലിലേക്കും ചൂടിലേക്കും പോവുകയാണ്. ഇനി ഏപ്രിൽ, മെയ് മാസങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി പീക്കിലേക്ക് എത്താനുള്ള സാഹചര്യവും സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. ഉമേഷ്.